നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രൗഢോജ്വലമായി CCTV വിദ്യാഭ്യാസ പുരസ്കാരം. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി നടന്ന 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ അനുമോദനം ഏറ്റുവാങ്ങിയത് 700-ലേറെ വിദ്യാർത്ഥികൾ. വാർത്തകളോടൊപ്പം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ചാനലാണ് CCTV എന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ജീവിത സ്വപ്നങ്ങളും ലക്ഷ്യബോധവുമുള്ളവരായിരിക്കണം വിദ്യാർത്ഥികളെന്ന് പ്രശസ്ത സഞ്ചാരിയും സംസ്ഥാന ആസൂത്രണ സമിതി അംഗവുമായ സന്തോഷ് ജോർജ് കുളങ്ങര. റസാഖ് കേച്ചേരിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റും CCTV റിപ്പോർട്ടറുമായ ജോസ് മാളിയേക്കലിന് സമ്മാനിച്ചു. അനുസ്മരണ സദസ്സ് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CPM ഭരിക്കുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്യാഗസമരം നടത്തി. തകർന്നു കിടക്കുന്ന തിപ്പിലശ്ശേരി വെള്ളർക്കാട് റോഡിൽ ശയനപ്രദക്ഷിണം നടത്തിയും ചെളിവെള്ളത്തിൽ കുളിച്ചുമാണ് വ്യത്യസ്ത പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. പ്രൗഢോജ്വലമായി CCTV വിദ്യാഭ്യാസ പുരസ്കാരം. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി നടന്ന 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാരം 700-ലേറെ വിദ്യാർത്ഥികൾക്കാണ് വിതരണം ചെയ്തത്. കുന്നംകുളം ആസ്ഥാനമായി കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന പ്രാദേശിക ചാനൽ CCTVയുടെ 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങ് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. സംസ്ഥാന ആസൂത്രണ സമിതി അംഗം സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ സ്കോളർഷിപ്പ് വിതരണം നടത്തി. ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും മികച്ച സംരംഭകരായ സജിത്ത് ചോലയിൽ, റെജി ബി ചെറുവത്തൂർ എന്നിവരെയും ജീവകാരുണ്യ പ്രവർത്തകൻ ജേക്കബ് ചിരിയങ്കണ്ടത്തിനെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കലാ കായിക പഠനരംഗത്തെ മികവ് പരിഗണിച്ച് വിദ്യാർത്ഥി പ്രതിഭകളായ മുഹമ്മദ് മുർസിൽ, അബ്ദുൾ ഹാദി, VS കൃഷ്ണ, യദുകൃഷ്ണ, ജ്വാല റോസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. മാധ്യമപ്രവർത്തകൻ TM ഹർഷൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, ചലച്ചിത്ര താരങ്ങളായ പാർവതി രാജൻ ശങ്കരാടി, മീനാരാജ് പള്ളുരുത്തി, നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, കേരള വിഷൻ തൃശൂർ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ചെയർമാൻ KC ജോൺസൺ എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 700-ലേറെ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിച്ചത്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി +2 പരീക്ഷയിൽ 80% മാർക്ക് വാങ്ങി വിജയിച്ച നിർധന കുടുംബങ്ങളിലെ 100 വിദ്യാർത്ഥികൾക്കായിരുന്നു സ്കോളർഷിപ്പ് വിതരണം നടത്തിയത്. പുരസ്കാര വിതരണ ചടങ്ങ് CCTVയിലൂടെയും TCV ഉത്സവ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. വാർത്തകളോടൊപ്പം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ചാനലാണ് CCTV എന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മറ്റുള്ളവരുടെ കഴിവുകളെയും നേട്ടങ്ങളെയും അംഗീകരിക്കുവാനും ആദരവും അനുമോദനവും നൽകി പ്രോത്സാഹിപ്പിക്കുവാനും തയ്യാറാകുന്നത് വലിയ സവിശേഷതയാണ്. മാതൃകാപരമായ ഈ നിലപാടാണ് CCTVയെ ജനകീയ ചാനലാക്കി മാറ്റിയത്. ഇത്തരം ആദരവുകൾ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ തിരിച്ചു നൽകുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. കേരളത്തിലെ വലിയ സംരംഭക പ്രസ്ഥാനമായ കേരള വിഷനും COAയും സാധാരണക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രതിബന്ധങ്ങൾക്കിടയിലും വിജയം കൈവരിച്ച് മുന്നോട്ടു പോകുവാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി AK ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഒരു കൂട്ടായ്മയുടെ വിജയം എന്ന നിലക്കാണ് ഈ കേബിൾ TVയുടെ പ്രവർത്തനത്തെ നാം വിലയിരുത്തേണ്ടത്. അവർ കേവലം വാർത്താ വിനിമയ മേഖലയിൽ മാത്രമല്ല തങ്ങളുടെ പ്രവർത്തന
ദേശത്ത് പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. മാർക്കും അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ കുറേ പേര് ജയിക്കും, കുറേ പേര് തോക്കും. അപ്പോൾ പക്ഷെ അവർ നിങ്ങളോടൊപ്പം എത്തി എന്നുള്ളതാണ്. മത്സര പരീക്ഷകളിൽ എഴുതാൻ മാത്രം, പങ്കെടുക്കാൻ മാത്രമുള്ള ശേഷി അവർ സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ്. ആ ശേഷി വളർത്തിയെടുക്കാൻ അവരെ പ്രേരിപ്പിക്കാൻ കൂടിയാണ് ഈ സംരംഭം സഹായമാവുക എന്ന് ഞാൻ കരുതുന്നു. അവർക്ക് പ്രേരണയാവണം, മാതൃകയാവണം. അതിനു പകരം ഞാൻ നിന്നേക്കാൾ മിടുക്കിയാണ് എന്ന് ഭാവിക്കുകയല്ല വേണ്ടത്. ജീവിത സ്വപ്നങ്ങളും ലക്ഷ്യബോധവും ഉള്ളവരായിരിക്കണം വിദ്യാർത്ഥികളെന്ന് പ്രശസ്ത സഞ്ചാരിയും സംസ്ഥാന ആസൂത്രണ സമിതി അംഗവുമായ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു. CCTV 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മനസ്സിൽ തീയുള്ളവരായിരിക്കണം വിദ്യാർത്ഥികൾ. ജീവിതത്തിൽ ഏത് മേഖല തിരഞ്ഞെടുത്താലും അതിൽ ഒരാളായി മാത്രം മാറാതെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നവരായി മാറാൻ ഓരോ കുട്ടികളും പരിശ്രമിക്കണം. ചരിത്രവിധിയെ മാറ്റിമറിക്കാൻ കഴിയുന്നവരെ ലോകം ആദരിക്കും. ഉന്നത വിദ്യാഭ്യാസം നേടി നാടിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കേരളത്തിന് മുതൽക്കൂട്ടാകാൻ ഓരോ വിദ്യാർത്ഥികൾക്കും ഭാവിയിൽ കഴിയണമെന്നും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് CCTV നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും സന്തോഷ് ജോർജ് കുളങ്ങര അഭിപ്രായപ്പെട്ടു. ഉന്നത വിജയം നേടി, നല്ല വിദ്യാഭ്യാസം നേടി, ഏറ്റവും മികച്ച പ്രൊഫഷണലുകളായി മാറി നാളെ ഈ നാട് വിട്ടുപോകാൻ ഒരുങ്ങിയിരിക്കുന്നവരാണോ എന്ന ആശങ്ക. ഈ നാട്ടിലെ സാധ്യതകൾ പോരാ എന്ന് കണ്ടെത്തി എന്ന് തിരിച്ചറിഞ്ഞ് മറ്റേതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയി ഇവരുടെ ജീവിതവും പ്രതിഭയും സമർപ്പിക്കാൻ കാത്തിരിക്കുന്നവരാണോ എന്നൊരാശങ്ക. നമ്മുടെ നാടിന് ഈ മിടുമിടുക്കന്മാരെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും കഴിയുന്നില്ലല്ലോ എന്നൊരാശങ്ക, ഒരു ദുഃഖം. തീർച്ചയായും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയ്ക്ക് മുതൽക്കൂട്ടുകളാവേണ്ട നിങ്ങൾ ഈ കേരളത്തിന്റെ ഭാഗമായി, ഈ കേരള സമൂഹത്തിന്റെ ഭാഗമായി ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാനും ആഗ്രഹിക്കാനും മാത്രമേ എനിക്ക് തൽക്കാലം സാധ്യമാവൂ. പക്ഷെ ഒന്നെനിക്കറിയാം, വരും നാളുകളിൽ കേരളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്ക് തൊഴിൽ തേടി, പുതിയ സാധ്യതകൾ തേടി പ്രയാണം നടത്തുന്ന പുതിയ തലമുറയുടെ എണ്ണം കുറഞ്ഞു വരും എന്നാണ് എന്റെ പ്രതീക്ഷ. മാധ്യമപ്രവർത്തന രംഗത്ത് കാൽനൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന CCTV സീനിയർ എഡിറ്റർ PS ടോണിക്ക് CCTV കുടുംബത്തിന്റെ സ്നേഹാദരം. CCTVയുടെ 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിലാണ് ടോണിയെ ഉപഹാരം നൽകി ആദരിച്ചത്. CCTV എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്ന മുഖം PS ടോണിയുടേതാണ്. ആധുനിക വാർത്താ സംവിധാനങ്ങളില്ലാത്ത കാലത്ത് പ്രാദേശിക വാർത്തകൾ അറിയാൻ CCTVയെ മാത്രം ആശ്രയിച്ചിരുന്നവർക്കും പുതുതലമുറയ്ക്കും PS ടോണിയുടെ മുഖം സുപരിചിതമാണ്. CCTVയുടെ മുഖം എന്ന് തന്നെ PS ടോണിയെ വിശേഷിപ്പിക്കാം. തന്റെ 17ാമത്തെ വയസ്സിലാണ് മാധ്യമപ്രവർത്തനത്തിന്റെ ബാലപാഠവുമായി ടോണി CCTVയിലെത്തിയത്. സാങ്കേതിക പരിമിതിയുടെ ആ കാലഘട്ടം തൊട്ട് ആധുനിക സംവിധാന മികവിലെത്തി നിൽക്കുന്ന CCTV ന്യൂസ് ചാനലിന്റെ വളർച്ചയ്ക്കു വേണ്ടി ടോണി വഹിച്ച പങ്ക് വളരെ വലുതാണ്. നേരിന്റെ പക്ഷത്തു നിന്ന് പൊതുജന പ്രശ്നങ്ങൾ വാർത്തകളാക്കി പ്രേക്ഷകരിലെത്തിച്ച് CCTV എന്ന മാധ്യമത്തെ ജനകീയമാക്കുന്നതിൽ ടോണിയുടെ ഇടപെടലുകൾ പ്രശംസനീയമാണ്. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന കലാകായികോത്സവങ്ങളും അതിന്റെ നിറവും വീര്യവും കുറയാതെ ആകർഷകമായ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ CCTVക്ക് കഴിയുന്നത് ടോണിയുടെ നേതൃത്വപാഠവും കൊണ്ടാണെന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. സൗമ്യമായ മുഖഭാവത്തിലും പക്വതയാർന്ന പെരുമാറ്റത്തിലും സ്നേഹം പിടിച്ചുപറ്റുന്ന ടോണി എന്ന മാധ്യമപ്രവർത്തകൻ CCTVയുടെ മുതൽക്കൂട്ടാണ്. വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് SSLC അവാർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 18 വർഷവും ഇതിൻ്റെ അരങ്ങിൽ അല്ലെങ്കിൽ അണിയറയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. ആദ്യ വർഷം 35 പേർക്ക് അവാർഡ് കൊടുത്ത സമയം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ
ഇങ്ങനെ ഒരു അവാർഡ് ശരിക്കും അപ്രതീക്ഷിതമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളിതിന്റെ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് SLC ഫലപ്രഖ്യാപനം വന്ന അന്ന് മുതൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഓഫീസിൽ അതിന്റെ കൂട്ടായ്മ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ജോൺസേട്ടൻ പറഞ്ഞ അങ്ങനെ ഒരു ആദരവുണ്ട്. അപ്പം ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുന്ന ഒരു അവാർഡാണ്. ഞാൻ എൻ്റെ ഒരു 17ാമത്തെ വയസ്സിൽ CCTVയിൽ എത്തിയതാണ്. ഇവിടെ ഒരു ഹ്രസ്വകാല കോഴ്സ് ജേർണലിസ്റ്റ് ട്രെയിനി എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ വരികയും അതിൽ എനിക്കൊരു അഡ്മിഷൻ കിട്ടുകയും അതിനുശേഷം അവിടെ തുടർച്ചയായി നിൽക്കുകയും ചെയ്തിരുന്നു. പരിമിതമായ സാഹചര്യത്തിലായിരുന്നു പണ്ടത്തെ സ്റ്റുഡിയോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഋഷിക്കൊക്കെ അറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ മാറി ഇപ്പോൾ വലിയ സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി. തത്സമയ വാർത്ത വന്നു. വാർത്ത വായിക്കാൻ, റിപ്പോർട്ട് ചെയ്യാൻ, ഓഡിയോ എടുക്കാൻ, പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്നെ സാധിക്കുന്ന രീതിയിൽ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും സ്ഥാപനം CCTV നൽകുന്ന ഈ ആദരത്തിൽ വളരെയധികം ഹൃദയപൂർവ്വം സന്തോഷം എനിക്കുണ്ട്. മടുപ്പില്ലാതെ മടുപ്പിക്കാത്ത മാധ്യമപ്രവർത്തനം കൈമുതലാക്കി മാധ്യമരംഗത്ത് 2.5 പതിറ്റാണ്ടിലേക്ക് നടന്നു കയറുന്ന PS ടോണിയെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. CCTVയുടെ 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിച്ചു. സാഹിത്യകാരനും നാടകരചയിതാവുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവലിലൂടെ വായനക്കാരെ വിസ്മയിപ്പിച്ച എഴുത്തുകാരൻ TD രാമകൃഷ്ണൻ, മലയാള കവികളിൽ ശ്രദ്ധേയനും മികച്ച പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ, അക്ഷരശ്ലോകമെന്ന കാവ്യാർത്ഥക കലയ്ക്കായി ജീവിതം സമർപ്പിച്ച അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ, പ്രശസ്ത മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനും നിരവധി പുരസ്കാരങ്ങൾക്കും അർഹനായ സുബീഷ് തെക്കൂട്ട്, മാധ്യമപ്രവർത്തന രംഗത്ത് 2.5 പതിറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന CCTV സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണി, സ്കൂൾ തലം മുതൽ സർഗസാന്നിധ്യം കൊണ്ടും മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളിൽ ഉൾപ്പെടെ കഥകളും കവിതകളും എഴുതി ശ്രദ്ധേയനായ യുവ എഴുത്തുകാരി മനീഷ, കച്ചവട നഗരിയായ കുന്നംകുളത്തിന്റെ വ്യാപാരി സമൂഹത്തിന്റെ നായകനും ആതുരമേഖലയിലെ സജീവ സാന്നിധ്യവുമായ KP സാക്സൺ, കേബിൾ TV ബ്രോഡ്ബാൻഡ് വ്യവസായത്തെ വിപുലപ്പെടുത്തി ദേശീയ അന്തർദേശീയ കുത്തകകളെ ചേർക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച സകിലൻ പത്മനാഭൻ എന്നിവരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. CCTV വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ രംഗപൂജ നൃത്തം ശ്രദ്ധേയമായി. എരുമപ്പെട്ടി പാർവതി നൃത്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് രംഗപൂജ അവതരിപ്പിച്ചത്. മൃദുല, ഹൃദ്യ, ദേവിക, മീര, അങ്കിത എന്നിവരാണ് നൃത്തം അവതരിപ്പിച്ചത്. സൗമ്യ സുനിൽകുമാറാണ് പരിശീലക. മറ്റു വാർത്തകളിലേക്ക്. പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ കലാസാംസ്കാരിക രംഗത്ത് കേച്ചേരിയുടെ നിറസാന്നിധ്യമായിരുന്ന റസാഖ് കേച്ചേരിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റും CCTV റിപ്പോർട്ടറുമായ ജോസ് മാളിയേക്കലിന് സമ്മാനിച്ചു. കേച്ചേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ റസാഖിന്റെ 1ാം ഓർമ്മദിനത്തിൽ കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സദസ്സിലായിരുന്നു പുരസ്കാര വിതരണം. അനുസ്മരണ സദസ്സ് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് രവിചേട്ടന് റസാഖ് മാഷെക്കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ അറിയാൻ ഒന്നിച്ച് ജീവിച്ച ഈ ഗ്രാമത്തിൽ ജീവിച്ച മനുഷ്യരാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാണ് നമ്മൾ എല്ലാവരും ചെവി കൊടുക്കേണ്ടത്. വളരെ സന്തോഷത്തോടെ തന്നെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കേച്ചേരി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് PK രാജേഷ് മാസ്റ്റർ അധ്യക്ഷനായി. നന്മ സംസ്ഥാന സെക്രട്ടറി രവി കേച്ചേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, ഗ്രാമപഞ്ചായത്ത് അംഗം VP ലീല, ചുണ്ടൽ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, മുണ്ടൂർ ഗ്രാമീണ വായനശാല സെക്രട്ടറി P കൃഷ്ണനുണ്ണി, കേച്ചേരി ആക്സ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് മോസിൻ, വായനശാല സെക്രട്ടറി PR ജയൻ, ജോയിന്റ് സെക്രട്ടറി I വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. പുരസ്കാര ജേതാവ് ജോസ് മാളിയേക്കൽ മറുപടി പ്രസംഗം നടത്തി.
മൈസൂരോട്ട് ഇൻപെട്ടിട്ട് വരാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം കഴിയാറുണ്ട്. അദ്ദേഹമാണെങ്കിൽ പാൻറ്റും ഇൻസർട്ടൊക്കെ ചെയ്ത് ചുള്ളം മണിയായിട്ട് നമ്മളെക്കാൾ എത്രയോ പ്രായമുള്ള ആളാണ്. പക്ഷെ ആളും നമ്മുടെ കൂടെ നടക്കണേണ്ടാൽ ആള് നമ്മുടെ അനിയനാണോ എന്ന് തോന്നുന്ന വിധത്തിൽ, നമുക്ക് അസൂയ ഉണ്ടാക്കുന്ന വിധത്തിൽ ആണ് അദ്ദേഹം നടക്കുക. അവ ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വിയോഗം, ആ വിയോഗത്തിൻ്റെ വാർത്ത കൊടുക്കേണ്ടി വരിക എന്നുള്ളത് ഏതൊരു മാധ്യമ പ്രവർത്തകനും കടന്നു പോകുന്ന അത്യന്തം ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. ഒരു ബന്ധം കൂടി ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആളൂരിലേക്ക് മാറിയപ്പോൾ പലപ്പോഴും നീ എൻ്റെ വീട് കാണാൻ വന്നില്ല എന്നുള്ളത് പലപ്പോഴും പറയുമായിരുന്നു. റസാക്കയുടെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നിർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. CPM ഭരിക്കുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്യാഗസമരം നടത്തി. തകർന്നു കിടക്കുന്ന തിപ്പലശ്ശേരി വെള്ളറക്കാട് റോഡിൽ ശയനപ്രദക്ഷിണം നടത്തിയും ചെളിവെള്ളത്തിൽ കുളിച്ചുമാണ് വ്യത്യസ്ത പ്രതിഷേധം സംഘടിപ്പിച്ചത്. റോഡ് വികസനത്തിനും റീടാറിങ്ങിനുമായി കോടികൾ പാസായിട്ടുണ്ട്. ഭരണസമിതി പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും ഭരണസമിതിയുടെ കൊള്ളരുതായ്മകളുടെ നേർചിത്രം വരും ദിവസങ്ങളിൽ BJP പുറത്തു കൊണ്ടുവരുമെന്നും ആരോപിച്ചാണ് BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചത്. പൊതുജനങ്ങളെ അണിനിരത്തി ഭരണസമിതിക്കെതിരെയുള്ള നിരന്തര സമരപോരാട്ടങ്ങൾ സംഘടിപ്പിക്കുമെന്നും കമ്മിറ്റി അറിയിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജനു വെള്ളറക്കാട് അധ്യക്ഷനായി. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ അഭിലാഷ് കടങ്ങോട്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാജേഷ് അയ്യാൽ, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, ജനറൽ സെക്രട്ടറി VM സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബാബു ആദൂർ, മുകുന്ദൻ, മണ്ഡലം സെക്രട്ടറി യദുകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം E ചന്ദ്രൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ, MV ധനീഷ് തുടങ്ങിയവർ ത്യാഗസമരത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ വാർഡ് 13 തെക്കൻ പാലയൂരിൽ രണ്ടിടത്തായി കുറുനരിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. തെക്കൻ പാലയൂർ സ്വദേശി കറുപ്പം വീട്ടിൽ വെട്ടത്ത് 17 വയസ്സുള്ള ആദിൽ, വെങ്കിടങ്ങ് സ്വദേശി 18 വയസ്സുള്ള ശ്രാവൺ, അന്യസംസ്ഥാന തൊഴിലാളിയടക്കം 3 പേർക്കാണ് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30യോടെയാണ് സംഭവം. തെക്കൻ പാലയൂർ ബദരിയ മസ്ജിദ് പള്ളിക്ക് സമീപം വെച്ച് നടന്നു പോകുകയായിരുന്ന ആദിലിന് നേരെ കുറുനരി പാഞ്ഞെടുക്കുകയും കാലിൽ കടിക്കുകയും ചെയ്തു. ചക്കയത്ത് റോഡ് വഴി സുഹൃത്തിന്റെ കൂടെ ബൈക്കിൽ പോവുകയായിരുന്ന ശ്രാവണിന് നേരെയും അന്യസംസ്ഥാന തൊഴിലാളിക്ക് നേരെയും കുറുനരിയുടെ ആക്രമണമുണ്ടായി. ഇവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കും ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട ശ്രാവണിനെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എത്രയും പെട്ടെന്ന് കുറുനരിയെ പിടികൂടാനുള്ള നടപടികൾ നഗരസഭയും വനംവകുപ്പും സ്വീകരിക്കണമെന്ന് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അനീഷ് പാലയൂർ, നാസർ കോനായിൽ എന്നിവർ ആവശ്യപ്പെട്ടു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. ആരോഗ്യ കേന്ദ്രത്തിലെ മുഴുവൻ ജീവനക്കാർക്കും ആയുഷ് യോഗ ട്രെയിനർ CB നിഷ പരിശീലനം നൽകി. ആരോഗ്യ കേന്ദ്രത്തിൽ യോഗയിൽ സ്ഥിര പരിശീലനം ആരംഭിക്കുന്നതിന് തീരുമാനിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PV ശോഭ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ യോഗ പരിശീലനം നടത്തുന്ന CB നിഷയെ മെഡിക്കൽ ഓഫീസർ പൊന്നാടയിട്ട് ആദരിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ എടക്കഴിയൂർ കടപ്പുറത്ത് കൂട്ടപ്രാർത്ഥന നടത്തി. കടൽ ശാന്തമാകാനും ചാകരയ്ക്കും വേണ്ടിയാണ് 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ സാന്നിധ്യത്തിൽ കൂട്ടപ്രാർത്ഥന നടത്തിയത്. എടക്കഴിയൂർ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച കൂട്ടപ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഹസൻ ആറ്റുമോൻ തങ്ങൾ വെളിയങ്കോട് നേതൃത്വം നൽകി. എടക്കഴിയൂർ മഹല്ല് ഖത്തീബ് മുഹമ്മദ് ദാരിമി അരിമ്പ്ര, മുദ്രിസ് താജുദ്ദീൻ അഹ്സനി, മഹല്ല് പ്രസിഡന്റ് RV മുഹമ്മദ് കുട്ടി, ജനറൽ സെക്രട്ടറി KV മൊയ്തുട്ടി ഹാജി, ട്രഷറർ KV സിദ്ദിഖ് ഹാജി, ഭാരവാഹികളായ അസീസ് പുളിക്കുന്നത്ത്, മരക്കാർ ഹാജി, ജാഫർ, കമ്മിറ്റി അംഗങ്ങൾ, വള്ളം ബോട്ട് ഉടമകൾ എന്നിവരും പങ്കെടുത്തു. എടക്കഴിയൂരിൽ കാൽനടയാത്രികനെ ബൈക്കിടിച്ച് അപകടം, 3 പേർക്ക് പരിക്ക്. ചാവക്കാട് പൊന്നാനി ദേശീയപാത എടക്കഴിയൂർ പഞ്ചവടിയിലാണ് അപകടമുണ്ടായത്. പരിക്കുപറ്റിയ കാൽനടയാത്രികൻ പഞ്ചവടി സ്വദേശി മുട്ടിൽ ബഷീർ, ബൈക്ക് യാത്രികനായ കോട്ടപ്പുറം സ്വദേശി ഷാജി നിവാസിൽ ഷാദിൽ, നാലാങ്കൽ സ്വദേശി കോയാനകത്ത് ഹാരിസ് എന്നിവരെ അകലാട് മൂന്നേനി VK ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റ് കേച്ചേരി MIC അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കറസ്പോണ്ടന്റ് AA അബ്ദുറഹ്മാൻ ഹാജി, CBC തൃശൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദുമനാഫ്, ചൂണ്ടൽ ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, പ്രിൻസിപ്പൽ സുജ ഫ്രാൻസിസ്, ഹെഡ് മിസ്ട്രസ് സുമി റോസ്, PTA പ്രസിഡന്റ് സാദിഖ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ യോഗ PR അസോസിയേഷന്റെ നേതൃത്വത്തിൽ യോഗ ക്ലാസുകളും യോഗ പരിശീലനവും നടന്നു. ജൂൺ 27 മുതൽ 30 വരെ കോഴിക്കോട് വെച്ച് നടക്കുന്ന SFI അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്തുന്നതിനുള്ള പതാക വഹിച്ചുള്ള ജാഥയോടനുബന്ധിച്ച് ജില്ലയിലെ രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നുള്ള പതാകകൾ ഏറ്റുവാങ്ങൽ നടന്നു. ജൂൺ 24-ന് ഇടുക്കിയിലെ ധീരജ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പതാക ജാഥ ആരംഭിക്കുന്നത്. ജാഥ തൃശൂർ ജില്ലയിലെത്തുമ്പോൾ ജില്ലയിലെ 4 രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള അനുബന്ധ പതാക ജാഥകൾ ജാഥയോടൊപ്പം ചേരുകയും പാലക്കാട് ജില്ലാ അതിർത്തി വരെ പ്രയാണം നടത്തുകയും ചെയ്യും. കുന്നംകുളം ഏരിയയിലെ SFI നേതാവായിരിക്കെ NDF സംഘം വെട്ടിക്കൊലപ്പെടുത്തിയ AB ബിജേഷിന്റെ കോട്ടോലിലെ വസതിയിലെ രക്തസാക്ഷി കുടീരത്തിൽ നിന്നുമുള്ള പതാക SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജിഷ്ണു സത്തിന് ബിജേഷിന്റെ പിതാവ് AP ഭാസ്കരൻ കൈമാറി. ജില്ലാ സെക്രട്ടറി അനസ് ജോസഫ്, ജില്ലാ കമ്മിറ്റി അംഗം ശ്രീലക്ഷ്മി ഉണ്ണി, ഏരിയ ഭാരവാഹികളായ അക്ഷയ് അനിൽ, പ്രണവ് പ്രേമൻ എന്നിവർ സംസാരിച്ചു. കുരുന്നുകൾക്ക് യോഗാപാഠങ്ങൾ പഠിപ്പിച്ച നഗരസഭാ കൗൺസിലർ. ഗുരുവായൂർ നഗരസഭയിലെ ഇരിങ്ങപ്പുറം 105 നമ്പർ അംഗൻവാടിയിലാണ് വാർഡ് കൗൺസിലർ സുബിത സുധീർ കുരുന്നുകളെ യോഗയുടെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ചത്. സൂര്യ നമസ്കാരത്തോടെയാണ് അംഗൻവാടിയിലെ യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തത്. കൗൺസിലറും അധ്യാപിക CL ആഗ്നസും കുട്ടികൾക്ക് യോഗയുടെ പ്രാധാന്യം വിശദീകരിച്ചു. സഹ അധ്യാപിക KN സരിതയും രക്ഷിതാക്കളും യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി. 4.5 പതിറ്റാണ്ടിലേറെ കലാവാദ്യരംഗത്ത് നിറഞ്ഞുനിന്ന മദ്ദള കലാകാരൻ കല്ലൂർ ബാലകൃഷ്ണൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. കടവലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പഞ്ചവാദ്യ പഠന കളരിയിലും കടവനാട്, തോന്നലൂർ, എളവള്ളി എന്നിവിടങ്ങളിലെ പഞ്ചവാദ്യ സംഘങ്ങളിലും മദ്ദളം ആശാനായിരുന്നു. മികച്ച വാദ്യ കലാകാരനുള്ള കേന്ദ്ര അംബേദ്കർ സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആകാശവാണിയിലും ദൂരദർശനിലും സ്ഥിരമായി കേളി അവതരിപ്പിച്ചിരുന്നു. തിച്ചൂർ വാസുവാര്യർ, കലാമണ്ഡലം ശിവരാമൻ, കടവലൂർ താമിയാശാൻ എന്നിവരാണ് മദ്ദളത്തിലെ ഗുരുക്കന്മാർ. കല്ലൂർ ബ്രദേഴ്സ് വാദ്യസംഘത്തിന് രൂപം നൽകിയ കലാകാരനുമായിരുന്നു. മേളപ്രമാണികനായിരുന്നു പരേതനായ കല്ലൂർ ശങ്കരൻ. അമ്മു ദമ്പതികളുടെ മകനാണ്. അനിത ഭാര്യയും. അഖിൽ, കലാമണ്ഡലം നിഖിൽ, അമൃത എന്നിവർ മക്കളുമാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പെരുമ്പിലാവ് TMVHS ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി N ഷാജി തോമസ് നിർവഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് KS സിന്ധു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപകരായ AP സുജൻ, PI റിയ, TG ജിജി, ബിനി, ഷിനി K ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം നടത്തിവരുന്ന ഈ വൃക്ഷം ഇവിടെ തണലാകട്ടെ പദ്ധതിയുടെ ഭാഗമായി നൽകിയ റംബൂട്ടാൻ തൈ അധ്യാപകർ ഏറ്റുവാങ്ങി. വേദിയിൽ വെച്ച് സംഘടിപ്പിച്ച പ്രകൃതി സംരക്ഷണ ക്വിസ് മത്സരത്തിലെ വിജയികളായ കുട്ടികൾക്ക് മൈസൂർ ഞാവൽ തൈ സമ്മാനിച്ചു. BJP കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യോഗാചാര്യൻ ബാലചന്ദ്രൻ വടാശ്ശേരി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ക്ലാസിന് നേതൃത്വം നൽകി. മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് സ്വാഗതവും സുമേഷ് കളരിക്കൽ നന്ദിയും പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് MB ഉല്ലാസ്, ജില്ലാ സെക്രട്ടറി രേഷ്മ സുനിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി ചക്കിത്തറ, ശ്രീജിത്ത് തേക്കേപ്പുറം, സെക്രട്ടറിമാരായ സോമൻ കാണിയമ്പാൽ, സോമി രാമകൃഷ്ണൻ, പഞ്ചായത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗാനസന്ധ്യയും അനുമോദന സമ്മേളനവും ജൂൺ 22 ഞായറാഴ്ച ടൗൺ ഹാളിൽ നടക്കും. കുന്നംകുളത്തെ ക്രൈസ്തവ ഗാനരചയിതാക്കളായ TV മാത്യു സന്യാസി, PV ചുമാർ, KV ജോസഫ്, V നാഗൽ, CV ചേറു ഉപദേശി, CV താരപ്പൻ ഉപദേശി, PV തൊമ്മു ഉപദേശി തുടങ്ങിയവരുടെ ഗാനങ്ങളുടെ സംഗീതാവിഷ്കരണവും വിദ്യാഭ്യാസ പുരസ്കാരദാനവും നടക്കും. UPF ഗ്ലോബൽ അലയൻസ് ജനറൽ ചെയർമാൻ പാസ്റ്റർ സാം P ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഗുഡ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സജി മത്തായി കാതേട്ട് അവാർഡ് വിതരണം നിർവഹിക്കും. SDPI പുന്നയൂർക്കുളം 15-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 21 സ്ഥാപക ദിനം ആചരിച്ചു. കിണർ ബ്രാഞ്ച് പ്രസിഡന്റ് റാഷിദ് KM പതാക ഉയർത്തി. ബ്രാഞ്ച് സെക്രട്ടറി അഷ്കർ സ്ഥാപക ദിന സന്ദേശം നൽകി. ബ്രാഞ്ച് ഭാരവാഹികളായ സുലൈമു, അനസ്, മജീദ് തെക്കേക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ബ്രാഞ്ച് അംഗങ്ങളായ SDPI തൃശൂർ ജില്ലാ ട്രഷറർ യഹിയ മന്ദലാങ്കുന്ന്, പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സ്കരിയ പൂക്കാട്ട്, മറ്റംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നാട്ടുകാർക്കും വാഹന വഴിയോര യാത്രക്കാർക്കും മധുരം നൽകി.
തൃത്താല ഉള്ളന്നൂരിൽ വീട്ടുകുളത്തിൽ കുട്ടികളോടൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തച്ചറാങ്കുന്നത്ത് 38 വയസ്സുള്ള അനസാണ് മരിച്ചത്. ഖത്തറിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രിയാണ് അനസ് നാട്ടിലെത്തിയത്. നല്ല വായന നല്ല സമൂഹത്തെ സൃഷ്ടിക്കുമെന്ന സന്ദേശത്തോടെ നാടെങ്ങും വായനാ ദിനാചരണം നടന്നു. വിശദാംശങ്ങളിലേക്ക്. കരിക്കാട് CMLP സ്കൂളിൽ ഗുരുവായൂർ ആര്യഭട്ട കോളേജിലെ റിട്ടയർഡ് മലയാളം പ്രൊഫസർ ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ വിദ്യാർത്ഥിനിക്ക് ലൈബ്രറി പുസ്തകം കൈമാറിക്കൊണ്ട് വായനാ മാസാചരണത്തിന് തുടക്കം കുറിച്ചു. ലൈബ്രറി സന്ദർശനം, കുട്ടിവായന, അമ്മ വായന, വായനാ മത്സരങ്ങൾ, കയ്യെഴുത്തു മത്സരം, വായനാ ദിന പോസ്റ്റർ നിർമ്മാണം തുടങ്ങി വിവിധ മത്സരങ്ങൾ ഈയൊരു മാസാചരണത്തിന്റെ ഭാഗമായി നടത്തുമെന്ന് കോർഡിനേറ്റർ ലക്ഷ്മി M. വർമ്മ അറിയിച്ചു. പ്രധാനാധ്യാപിക ഷൈനി N. സക്കറിയ അധ്യക്ഷയായ ചടങ്ങിൽ അധ്യാപിക ശ്രീമതി മുഹമ്മദ് ആസാദ്, വിദ്യാരംഗം കോർഡിനേറ്റർ ലിനി CV എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് NMUP സ്കൂളിൽ വായനാ മാസാചരണത്തിന്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനം റിട്ടയർഡ് അധ്യാപകനും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ PK രാജൻ മാസ്റ്റർ നിർവഹിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ഈരടി രചനാ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. ഈ അധ്യയന വർഷത്തെ അമ്മ വായനയുടെ ഉദ്ഘാടനവും നടന്നു. പ്രധാനാധ്യാപിക ഷീജ, MPTA പ്രസിഡന്റ് സുജി, ജയശ്രീ എന്നിവർ സംസാരിച്ചു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി തിപ്പിലശ്ശേരി ALP സ്കൂളിൽ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രധാനാധ്യാപകൻ റൊണാൾഡ് ചുങ്കത്ത് നിർവഹിച്ചു. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് അമ്പിളി ടീച്ചർ നിർവഹിച്ചു. അധ്യാപകരായ നസീം, നീന K. മുരിങ്ങത്തേരി, ഷീബ MS എന്നിവർ പങ്കെടുത്തു. പഴഞ്ഞി GVHSSൽ വട്ടനാട് LP സ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപകനും SERT റിസോഴ്സ് പേഴ്സണും എഴുത്തുകാരനുമായ രാജൻ മാസ്റ്റർ വായനാ ദിനാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക മേഴ്സി വായനാദിന സന്ദേശം നൽകി. അധ്യാപകരായ പ്രിയ സ്വാഗതവും ബബിത നന്ദിയും പറഞ്ഞു. ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിന്റെ ഒരു ഭാഗവും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. മറ്റ് കലാപരിപാടികളും അരങ്ങേറി. അധ്യാപകരായ പ്രീതി, രജിത, സാബിറ എന്നിവർ നേതൃത്വം നൽകി. ചരമം. പഴഞ്ഞി ചർച്ച് റോഡിൽ ചെറുവത്തൂർ മത്തായി ഭാര്യ ചിന്നമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ സെമിത്തേരിയിൽ നടക്കും. എലിസബത്ത്, സാറാമോൾ, എസ്തർ, സലോമി എന്നിവർ മക്കളാണ്. ചാലിശ്ശേരിയിലെ ആദ്യകാല വോളിബോൾ കോച്ചും റഫറിയുമായ കിടങ്ങത്ത് പരേതനായ വർഗീസ് മകൻ ബോസ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. മേരി ഭാര്യയും ബിനോയ്, ബിൻസി, ബിജോയ് എന്നിവർ മക്കളുമാണ്. ചൊവ്വന്നൂർ മണലുമുക്കിൽ പരേതനായ കുമാരൻ ഭാര്യ വത്സല നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഷീന, ഷാജു, ഷാജി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രൗഢോജ്വലമായി CCTV വിദ്യാഭ്യാസ പുരസ്കാരം. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി നടന്ന 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ അനുമോദനം ഏറ്റുവാങ്ങിയത് 700-ലേറെ വിദ്യാർത്ഥികൾ. വാർത്തകളോടൊപ്പം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ചാനലാണ് CCTV എന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ജീവിത സ്വപ്നങ്ങളും ലക്ഷ്യബോധവുമുള്ളവരായിരിക്കണം വിദ്യാർത്ഥികളെന്ന് പ്രശസ്ത സഞ്ചാരിയും സംസ്ഥാന ആസൂത്രണ സമിതി അംഗവുമായ സന്തോഷ് ജോർജ് കുളങ്ങര. റസാഖ് കേച്ചേരിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റും CCTV റിപ്പോർട്ടറുമായ ജോസ് മാലേക്കലിന് സമ്മാനിച്ചു. അനുസ്മരണ സദസ്സ് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CPM ഭരിക്കുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്യാഗസമരം നടത്തി. തകർന്നു കിടക്കുന്ന തിപ്പിലശ്ശേരി വെള്ളർക്കാട് റോഡിൽ ശയനപ്രദക്ഷിണം നടത്തിയും ചെളിവെള്ളത്തിൽ കുളിച്ചുമാണ് വ്യത്യസ്ത പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.